ഹായ് ഓൾ, ഞാൻ രേഷ്മ. എലമെൻ്ററി കൺസെപ്റ്റ് ഓഫ് ഇലക്ട്രിക് സിസ്റ്റത്തിലെ SA2 ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. ഒരു 4 ക്വസ്റ്റ്യൻസ് നമ്മളിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പാർട്ട് ബിയും പാർട്ട് സിയുമാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. പാർട്ട് ബി എന്ന് പറയുന്നത് 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസും പാർട്ട് സിയിൽ 7 മാർക്ക് ക്വസ്റ്റ്യൻസുമാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പാർട്ട് ബിയിലെ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ നമുക്ക് നോക്കാം. എക്സ്പ്ലെയിൻ ദ പാരാമീറ്റർ ഓഫ് എ ബാറ്ററി. അത് 3rd മോഡ്യൂളിലൊരു ക്വസ്റ്റ്യനാണ്. അതുപോലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ലോ ഓഫ് മാഗ്നറ്റിസം, 4th മോഡ്യൂളിലത്തെ ക്വസ്റ്റ്യനാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മളത് എന്തായിരുന്നു? എക്സ്പ്ലെയിൻ ദ പാരാമീറ്റേഴ്സ് ഓഫ് ബാറ്ററി. എന്താണ് ഒരു ബാറ്ററിയുടെ പാരാമീറ്റേഴ്സ്? എന്തൊക്കെയാണ് ഒരു ബാറ്ററി ബന്ധപ്പെട്ട് കിടക്കുന്ന പാരാമീറ്റേഴ്സ് എന്തൊക്കെയാണെന്നാണ് നമുക്ക് ഓരോന്നോരോന്നായി നോക്കാം. ഫസ്റ്റ് വൺ, ബാറ്ററി വോൾട്ടേജ്. ബാറ്ററി വോൾട്ടേജിനെ നമുക്ക് സ്മോൾ എന്നോ അല്ലെങ്കിൽ ക്യാപിറ്റൽ എന്നോ റെപ്രസെൻറ്റ് ചെയ്യാവുന്നതാണ്. അതിൽ ഡ്യൂറിങ് ഡിസ്ചാർജ് മോഡിൽ സെൽ ഈസ് ഡെലിവറിങ് ഇലക്ട്രിക് പവർ വിച്ച് ഗീവ്സ് ദ അപ്രോക്സിമേറ്റ് വോൾട്ടേജ്. അതെന്തെന്ന് പറയുന്നത്? ബാറ്ററി വോൾട്ടേജ് എന്ന് പറയുന്നത് വെച്ചാൽ ഡിസ്ചാർജ് മോഡിലാവുന്ന സമയത്ത് നമ്മുടെ സെൽ ഈസ് ഡെലിവേർഡ് ഇലക്ട്രിക് പവർ. ഒരു നമ്മളെ സെല്ല് എന്ത് ചെയ്യുന്നുണ്ട്? ഇലക്ട്രിക് പവറിനെ ഡെലിവർ ചെയ്യുന്നുണ്ട്. വിച്ച് ഗീവ്സ് ദ അപ്രോപ്രിയേറ്റ് വോൾട്ടേജ്. അതിനാണ് എന്തെന്ന് പറയുന്നത്? ബാറ്ററി വോൾട്ടേജ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ബാറ്ററി പാരാമീറ്ററാണ് ചാർജ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ചാർജ് കപ്പാസിറ്റീനെ ഡിനോട്ട് ചെയ്യുന്നത് ആംബിയർ അവർ എന്നാണ്. ഇറ്റ് ഈസ് ദ ചാർജ് വെൻ 1 ആംബിയർ ഫ്ലോസ് ഫോർ 1 സെക്കൻഡ്. അതാണ് ചാർജ് കപ്പാസിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്. ഒരു സെക്കൻഡിനുള്ളിൽ ഒരു 1 ആംബിയർ കറണ്ട് ഫ്ലോ ചെയ്യുന്നതിന് എന്തെന്ന് പറയുന്നത്? ചാർജ് കപ്പാസിറ്റി എന്ന് പറയുന്നത് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ കൊളുമ്പാണ്. ഇനി എനർജി സ്റ്റോർഡ്. എനർജി സ്റ്റോർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ വോൾട്ടേജ് ആൻഡ് ചാർജ് സ്റ്റോർഡ്. എത്ര എനർജിയാണ് അതിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്, അതാണ് എന്തെന്ന് പറയുന്നത്? എനർജി സ്റ്റോർ എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് SI യൂണിറ്റ് ജൂളിലാണ് പറയുന്നത്. ഇനി എനർജി എഫിഷ്യൻസി. എനർജി എഫിഷ്യൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് ഇലക്ട്രിക് എനർജി സപ്ലൈഡ് ബൈ എ ബാറ്ററി ടു ദ എമൗണ്ട് ഓഫ് ഇലക്ട്രിക് എനർജി റെക്കോർഡ് ടു റിട്ടേൺ ഇറ്റ് ടു ദ സ്റ്റേറ്റ് ബിഫോർ ഡിസ്ചാർജ്. അപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല. നോർമലി നമുക്കറിയാം എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ പറയുക? ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് ഇൻറ്റു 100%. അങ്ങനെ ബേസ് ചെയ്തിട്ടാണ് എഫിഷ്യൻസി എന്താണെന്ന് പറയാം. അപ്പോൾ നമ്മുടെ കേസിൽ എനർജി എഫിഷ്യൻസി എന്ന് പറയുന്നത് ആംബിയർ അവർ എഫിഷ്യൻസിയും ഉണ്ട്, അതേപോലെ എന്തുണ്ട്? വാട്ട് അവർ എഫിഷ്യൻസിയും ഉണ്ട്. ആംബിയർ അവർ എഫിഷ്യൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ഡിസ്ചാർജ് ചെയ്യാൻ പറ്റും. ഡിസ്ചാർജ് ആംബിയർ ഹവർ ഡിവൈഡഡ് ബൈ എന്താണ്? ചാർജിങ് ആംബിയർ ഹവർ ഇൻറ്റു ആരെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക? 100% കൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആംബിയർ അവർ എഫിഷ്യൻസി കിട്ടും. അതേപോലെ തന്നെ വാട്ട് ഹവർ എഫിഷ്യൻസി. വാട്ട് അവർ ആണെങ്കിലും ഡിസ്ചാർജ് വാട്ട് അവർ ഡിവൈഡ് ബൈ ചാർജ് വാട്ട് അവർ ഇൻറ്റു 100%. അപ്പോൾ ഈ എനർജി എഫിഷ്യൻസി എന്ന് പറയുന്ന ഒന്നെങ്കിൽ എനർജി എഫിഷ്യൻസി എന്ന് എഴുതുക, അല്ലെങ്കിൽ റേഷ്യോ ഓഫ് ഡിസ്ചാർജ് ടു ചാർജിങ്. അതുതന്നെയാണ് നമ്മൾ പറയുക ഔട്ട്പുട്ട് വിത്ത് റെസ്പെക്ട് ടു ഇൻപുട്ട് എന്ന് പറയുന്നതാണ് എഫിഷ്യൻസി എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ മേലത്തെ ഫോർമുല എഴുതുക, അല്ലെങ്കിൽ റേഷ്യോ ഓഫ് ഡിസ്ചാർജ് ടു ചാർജിങ് എന്നുള്ള ഫോർമുല നിങ്ങൾക്ക് യൂസ് ചെയ്യുക. അപ്പോൾ ഒന്നും കൂടി ഓർത്ത് വെക്കുക. ബാറ്ററി പാരാമീറ്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് പാരാമീറ്റേഴ്സ്? ബാറ്ററി വോൾട്ടേജ്. നെക്സ്റ്റ് വൺ എന്താണ്? അതിൻ്റെ ചാർജിങ് കപ്പാസിറ്റി നമ്മൾ ആംബിയർ അവറിലാണ് പറയുക. നെക്സ്റ്റ് എന്താണ്? എനർജി സ്റ്റോർഡ്. എത്ര എനർജി അതിന് സ്റ്റോർ ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ പറയാം. 3ാമത്തെ പോയിൻ്റ്. അടുത്തത് എനർജി എഫിഷ്യൻസി. എത്ര എഫിഷ്യൻസിറ്റിയാണ് ആ ബാറ്ററിക്ക് ഉള്ളത് നമ്മൾ എന്ത് ബേസ് ചെയ്തിട്ടാണ് പറയാം? എത്ര ഡിസ്ചാർജ് ചെയ്യുന്നത് വിത്ത് റെസ്പെക്ട് ടു ചാർജിങ് ബേസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? പറയാൻ പറ്റും. ഈ രീതിയിൽ ബാറ്ററി പാരാമീറ്റേഴ്സ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുക. 3 മാർക്ക് രീതിയിലാണ് ഈ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എക്സ്പ്ലെയിൻ ദ ലോ ഓഫ് മാഗ്നറ്റിസം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ മാഗ്നറ്റിസം എന്ന് പറയുന്ന സെക്ഷൻ വരുന്നത് 4th മോഡ്യൂളിലാണ്. അപ്പോൾ അത് 1 മാർക്കിനും ചോദിക്കാം, 3 മാർക്കിനും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഓക്കെ, അപ്പോൾ ലോ ഓഫ് മാഗ്നറ്റിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഒന്നെങ്കിൽ ഈ ക്വസ്റ്റ്യനെ കൂളുംസ് ലോ ഓഫ് മാഗ്നറ്റിക് ഫോഴ്സ് എന്നും ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ദ ലോ ഓഫ് മാഗ്നറ്റിസം എന്നും ചോദിക്കാറുണ്ട്. അപ്പോൾ ജസ്റ്റ് ഞാനൊന്ന് ഒരു എക്സ്പ്ലനേഷൻ പറയാം. ഫോർമുലയെന്ന് ജസ്റ്റ് പറയാം. F
ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു m1 m2 ഡിവൈഡഡ് ബൈ മ്യൂ ആർ സ്ക്വയർ. ഇതാണ് നമ്മളെ ഫോർമുല. ഈ ഫോർമുല റെപ്രസെൻറ്റ് ചെയ്ത് ചിത്രങ്ങളിലൊക്കെ ഒന്ന് ഒരു എക്സ്പ്ലനേഷൻ ഞാൻ ജസ്റ്റ് പറയാം. m1 തന്നിട്ടുണ്ട്, m2 തന്നിട്ടുണ്ട്. m1 m2 എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ പോൾ സ്ട്രെങ്ത് ആണ്. ഓക്കെ, എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഫോഴ്സ് ബിറ്റ്വീൻ ടു മാഗ്നറ്റിക് പോൾസ് പ്ലേസ്ഡ് ഇൻ എ മീഡിയം. വെച്ചാൽ അവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെയാണ് എഫ് എന്ന് പറഞ്ഞാൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? മ്യൂ എന്ന് പറഞ്ഞാൽ അബ്സല്യൂട്ട് പെർമിബിലിറ്റി ഓഫ് ദ മീഡിയം. ആ മീഡിയത്തിൻ്റെ അബ്സല്യൂട്ട് പെർമിബിലിറ്റീനെയാണ് എന്ത്? ഈ മ്യൂ എന്ന് പറഞ്ഞ ആൽഫബറ്റ് യൂസ് ചെയ്ത് റെപ്രസെൻറ്റ് ചെയ്ത്. ആർ എന്ന് പറഞ്ഞാൽ എന്താണ്? ആർ ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു പോൾസ്. രണ്ട് പോൾസ് ഉണ്ടല്ലോ, ആ രണ്ട് പോൾസിൻ്റെയും ഡിസ്റ്റൻസിനെ കാണിക്കാനാണ് ആർ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഫോർമുലയ്ക്ക് എക്സ്പ്ലനേഷനിലേക്ക് പോവാം. അപ്പോൾ എന്താണ്? ദ ഫോഴ്സ് ബിറ്റ്വീൻ ടു മാഗ്നറ്റിക് പോൾസ് പ്ലേസ്ഡ് ഇൻ എ മീഡിയം. ഒരു മീഡിയത്തിൽ രണ്ട് മാഗ്നറ്റിക് പോൾസ് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? എന്തിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പോൾ സ്ട്രെങ്ത്. ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പോൾ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ നമ്മളെ ഫോർമുലയിൽ ആരാണത്? m1 m2 ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ് ഫോഴ്സ്. അതാണ് എഫ് പ്രൊപ്പോർഷണൽ ടു m1 m2. m1 m2 എന്ന് പറഞ്ഞാൽ എന്താണ്? പോൾ സ്ട്രെങ്ത്. നെക്സ്റ്റ്, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ആരാണ്? സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ്. അപ്പോൾ ആ ഡിസ്റ്റൻസ് ആണ് നമ്മൾ എന്തായിട്ട് റെപ്രസെൻറ്റ് ചെയ്ത്? ആറാക്കി റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. ഓക്കെ, ഇനി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു അബ്സല്യൂട്ട് പെർമിബിലിറ്റി ഓഫ് ദ സറൗണ്ടിങ് മീഡിയം. അതാണ് മ്യൂ എന്നാണ് ആ ലെറ്ററിനെ റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പം മ്യൂക്ക് എന്താണ്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. അപ്പോൾ ആദ്യത്തെ ഫോർമുല നമ്മൾ എഴുതി. ഇനി എഫ് ഈസ് ഈക്വൽ ടു, നെക്സ്റ്റ് സ്റ്റെപ്പ്, എഫ് ഈസ് ഈക്വൽ ടു k ഇൻറ്റു m1 m2 ഡിവൈഡഡ് ബൈ മ്യൂ ആർ സ്ക്വയർ. അപ്പോൾ ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ മാറ്റിയിട്ട് നമ്മളൊരു കോൺസ്റ്റൻറ്റിനെ കൊണ്ടുവരികയാണ്. ദാറ്റ് കോൺസ്റ്റൻറ്റിനെയാണ് കെ എന്ന് പറഞ്ഞ ആൽഫബറ്റ് കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത്. കെ എന്ന് പറഞ്ഞ ആ കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നതാണ് 1/4π. ഓക്കെ, 1/4π. അപ്പോൾ ഈ രീതിയിലാണ് കൂളംസ് ലോനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, ഈസിയാണ്. 3 മാർക്കിന് ജസ്റ്റ് ഇക്വേഷൻ എഴുതിയാൽ മതി. ഒന്നും കൂടി ഓർത്ത് വെക്കുക ഫോർമുല. എഫ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു m1 m2 ഡിവൈഡഡ് ബൈ മ്യൂ ആർ സ്ക്വയർ. അത് എഴുതിയിട്ട് പിന്നെ ബാക്കി നിങ്ങൾക്ക് തന്നെ ഡയറക്ട്ലി എക്സ്പ്ലനേഷൻ ചെയ്യാവുന്നതാണ്. ഈ ചെറിയ ഡയഗ്രം കൂടി എന്ത് ചെയ്യുക? എക്സ്പ്ലെയിൻ ചെയ്യുക. m1 m2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും കൂടി ഓർത്ത് വെക്കുക, അത് അവിടുത്തെ ആ പോൾ സ്ട്രെങ്ത്തിനെയാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് പാർട്ട് എയിലെ 2 ക്വസ്റ്റ്യൻസും എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് നമുക്ക് പാർട്ട് സിയിലത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. പാർട്ട് സിയിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ക്ലാസിഫൈ ഇൻസുലേറ്റേഴ്സ് ബേസ്ഡ് ഓൺ ടെമ്പറേച്ചർ ആൻഡ് മെൻഷൻ ദ മാക്സിമം ഓപ്പറേറ്റർ ടെമ്പറേച്ചർ. അപ്പോൾ ചില ഇൻസുലേറ്റേഴ്സിന് എങ്ങനെയാണ് ബേസ്ഡ് ഓൺ ടെമ്പറേച്ചർ ബേസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ ക്ലാസിഫൈ അല്ലെങ്കിൽ ഡിവിഷൻ ചെയ്യാൻ പറ്റും. ആൻഡ് മെൻഷൻ ദ മാക്സിമം ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചർ. അതുപോലെ അതിൻ്റെ ആ ഇൻസുലേറ്റർ വർക്ക് ചെയ്യുന്നതിൻ്റെ മാക്സിമം ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചർ എത്രയെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് അതിൻ്റെ എക്സ്പ്ലനേഷനിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് നോർമലി എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവാവുന്നതും അതുപോലെ പാസ്സാവാൻ വേണ്ടിയിട്ട് എളുപ്പത്തിൽ തരുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഇൻസുലേറ്റർ സെക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻസുലേറ്ററിൻ്റെ സെക്ഷനിലേക്ക് നേരെ പോവുകയാണ്. അപ്പോൾ ജസ്റ്റ് നമ്മളെല്ലാവരും നോർമലി കണ്ടിട്ടുള്ള ഒരു സാധനമാണ് ഇൻസുലേറ്റർ എന്ന് പറയുന്നത്. ഇലക്ട്രിക് ഫീൽഡിൽ അതുപോലെ ഇലക്ട്രിക് ഫീൽഡിൽ ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവരും അതുപോലെ നമ്മൾ നോർമലായിട്ട് എപ്പോഴും നമ്മൾ കാണുന്ന കുറച്ച് ഇൻസുലേറ്റേഴ്സിൻ്റെ പിക്ചേഴ്സ് ഇവിടെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങളത് നോക്കുക ആദ്യം. ഇനി എന്താണ് ഇൻസുലേറ്റേഴ്സ് എന്ന് പറഞ്ഞ് തുടങ്ങാം. എന്താണ് ഇൻസുലേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആൻ ഇൻസുലേറ്റർ ഈസ് എ മെറ്റീരിയൽ ദാറ്റ് ഹാവ് വെരി ഹൈ റെസിസ്റ്റൻസ് ആൻഡ് ഡസ് നോട്ട് അലൗ ഇലക്ട്രിക് കറണ്ട് ടു ഫ്ലോ ത്രൂ ഇറ്റ്. അപ്പോൾ എന്താണ്? ആ ഒരു ഇൻസുലേറ്ററിന് റെസിസ്റ്റൻസ് എന്താണ്? ഹൈ ആണ്. ആ ഹൈ റെസിസ്റ്റൻസ് ഉള്ള ഇൻസുലേറ്ററും അതേപോലെ തന്നെ അതുപോലെ ഇലക്ട്രിക് കറണ്ടിനെ കടത്തിവിടാത്ത മെറ്റീരിയലും ആയിരിക്കണം. ഇതാണ് ഇൻസുലേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി ഇൻസുലേറ്റേഴ്സിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. ആ പ്രോപ്പർട്ടീസാണ് ഓരോന്നോരോന്നായിട്ട് അവിടെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത്. ആദ്യത്തേത് ഹൈ ഡൈഇലക്ട്രിക് സ്ട്രെങ്ത്. എന്താണ് ഈ ഹൈ ഡൈഇലക്ട്രിക് സ്ട്രെങ്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അത് എന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഇറ്റ് ഷുഡ് വിസ്റ്റാൻഡ് ഹൈ വോൾട്ടേജ് വിത്തൗട്ട് ബ്രേക്ക് ഡൗൺ. അതിന് എന്ത് വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും? ഹൈ വോൾട്ടേജ് വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും
വിത്തൗട്ട് ബ്രേക്ക് ഡൗൺ ഇല്ലാതെ ഹൈ വോൾട്ടേജിനെ വിസ്റ്റാൻഡ് ചെയ്യുന്നതെന്ന് എന്തെന്ന് പറയാം, ഹൈ ഡൈ ഇലക്ട്രിക് സ്ട്രെങ്ത് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി അതിനെക്കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ലാർജ് ഇൻസുലേഷൻ റെസിസ്റ്റൻസ് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം എന്താണ്, എന്തിനു ഒപ്പോസ് ചെയ്യാനാണ്, ടു ഒപ്പോസ് ദ ഫ്ലോ ഓഫ് ലീക്കേജ് കറണ്ടിനെ ഒപ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ഇൻസുലേഷൻ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ ലാർജ് ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ഉള്ളതായിരിക്കും ഇൻസുലേറ്റർ മെറ്റീരിയൽ എന്ന് പറയുന്നത്. മൂന്നാമത്തെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീസ്റ്റ് ടെമ്പറേച്ചർ എക്സ്പാൻഷൻ അല്ലെങ്കിൽ ലോ ടെമ്പറേച്ചർ എക്സ്പാൻഷൻ എന്ന് വെച്ചാൽ നമ്മുടെ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് ഇൻസുലേറ്റർ മെറ്റീരിയലിൽ എന്ത് മാറ്റം വരുന്നില്ല, മെറ്റീരിയലിൽ മാറ്റം വരുന്നില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. ലോ പെർമിറ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഷുഡ് നോട്ട് അലൗ ഈസി ഫോർമേഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. ലോ പെർമിറ്റിവിറ്റി ഉള്ള മെറ്റീരിയൽ എന്താണ്, ഇറ്റ് ഷുഡ് നോട്ട് അലൗ ഈസി ഫോർമേഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. അതാണ് ലോ പെർമിറ്റിവിറ്റി എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹൈ മെക്കാനിക്കൽ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ എന്താ, ഇറ്റ് ഷുഡ് ബി സ്ട്രോങ്. ആ മെറ്റീരിയൽ എന്തായിരിക്കും, സ്ട്രോങ് ഇനഫ് ടു ബിയർ മെക്കാനിക്കൽ സ്ട്രെസ്. എന്ന് വെച്ചാൽ അതിന് വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റണം, പുറത്തുള്ള മെക്കാനിക് സ്ട്രെസ്സിന് വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽ ആയിരിക്കണം. അതുകൊണ്ടാണ് ഹൈ മെക്കാനിക്കൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ഹൈ തെർമൽ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാലും എന്ത് തന്നെയാണ്, തെർമൽ സ്ട്രെങ്ത്തിലും അതുപോലെ മെക്കാനിക്കൽ സ്ട്രെങ്ത്തും തെർമൽ സ്ട്രെങ്ത്തും അതൊക്കെ എന്താണ്, ആ മെറ്റീരിയലിന് ഇൻസുലേറ്റർ മെറ്റീരിയൽസ് ഹൈ ആണ്. റെസിസ്റ്റൻസ് ടു കെമിക്കൽ ആൻഡ് ടെമ്പറേച്ചർ, അപ്പോൾ എന്താ വെച്ചാൽ കെമിക്കൽ ചേഞ്ച്, ഒരു ടെമ്പറേച്ചർ ചേഞ്ച്, ഇതിനൊക്കെ ആർക്ക് റെസിസ്റ്റ് ചെയ്യാനുള്ള പവർ പ്രോപ്പർട്ടി ഉണ്ട്, ഇൻസുലേറ്റേഴ്സിന് അതിന് റെസിസ്റ്റ് ചെയ്യാനുള്ള പ്രോപ്പർട്ടി ഉണ്ട്. അപ്പോൾ ഇത്രയും പോയിൻറ്റ്സാണ് ഒരു ഇൻസുലേറ്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോയിൻറ്റ്സ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. അതിൽ മെയിനായിട്ട് നമ്മൾ ഉൾപ്പെടുത്തേണ്ടത് ഒന്നാണ് ഡൈഇലക്ട്രിക് സ്ട്രെങ്ത്ത്, ഹൈ ഡൈഇലക്ട്രിക് സ്ട്രെങ്ത്ത്, അതുപോലെ ലാർജ് ഇൻസുലേഷൻ റെസിസ്റ്റൻസ്, ലീസ്റ്റ് ടെമ്പറേച്ചർ എക്സ്പാൻഷനും ലോ പെർമിറ്റിവിറ്റി. അത്രയും പോയിൻറ്റ് 4 നിങ്ങൾ എന്തായാലും അതിന് എക്സ്പ്ലെയിൻ ചെയ്യുക. ഒന്നെങ്കിൽ 1 മാർക്കിന് ചോദിക്കാം, 3 മാർക്കിന് ചോദിക്കാം, അല്ലെങ്കിൽ 7 മാർക്കിന് ചോദിക്കാം. 7 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ വെറും ഇൻസുലേറ്റർ എന്നുള്ളതായിരിക്കില്ല, അതിൻ്റെ കൂടെ തന്നെ എന്തും കൂടി എക്സ്പ്ലനേഷൻ ഉണ്ട്. ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ വിത്ത് റെസ്പെക്ട് ടു എന്താണ്, ടെമ്പറേച്ചർ. ഇനി ഈ ടൈപ്സ് ഓഫ് ഇൻസുലേറ്റേഴ്സും കൂടി നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർമ്മയിലുള്ളതിൻ്റെ പേരെങ്കിലും നിങ്ങളൊന്ന് എഴുതി വെക്കുക, ജസ്റ്റ് നോക്കുക. ഡിസ്ക് ഇൻസുലേറ്റർ, ഗ്ലാസ് ഇൻസുലേറ്റർ, പിൻ ഇൻസുലേറ്റേഴ്സ്, അതുപോലെ പോസ്റ്റ് ഇൻസുലേറ്റേഴ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മൾ ആ പോസ്റ്റിൻ്റെ മേലെയൊക്കെ കാണുന്ന ഇൻസുലേറ്റേഴ്സാണ് അതൊക്കെ. സസ്പെൻഷൻ ഇൻസുലേറ്റേഴ്സ്, അതുപോലെ സബ്സ്റ്റേഷനുകളിൽ ഉണ്ടാകുന്ന ഇൻസുലേറ്റേഴ്സാണ് താഴെ കൊടുത്തിട്ടുള്ള സ്പോൾ ഇൻസുലേറ്റർ, അങ്ങനത്തെയൊക്കെ ഇൻസുലേറ്റേഴ്സ്. അപ്പോൾ ഷാക്കിൾ ഇൻസുലേറ്റേഴ്സ്, അങ്ങനെ കുറേ തരം ഇൻസുലേറ്റേഴ്സ് ഉണ്ട്. ഒരു 5-6 ഇൻസുലേറ്റേഴ്സിൻ്റെ പേരെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, ഇൻസുലേറ്ററിൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അതും കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, മെൻഷൻ ചെയ്യുക. ഇനി നമുക്ക് ഈ എസ്സേയിൽ തന്നെ സെക്കൻഡ് അതിൽ ക്ലാസിഫിക്കേഷൻ ചോദിച്ചിട്ടുണ്ട്, ബേസ്ഡ് ഓൺ ടെമ്പറേച്ചർ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്പിൽ നമുക്കതിനെ ബേസ്ഡ് ഓൺ ടെമ്പറേച്ചർ വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതിൽ ആദ്യത്തേതാണ് ക്ലാസ് വൈ, പിന്നെ ക്ലാസ് എ, ക്ലാസ് ഇ, ക്ലാസ് ബി, ക്ലാസ് എഫ്, ക്ലാസ് എച്ച്, ക്ലാസ് സി. ഇങ്ങനെയാണ് എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുള്ളത്. ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ചാണ് നമ്മുടെ ക്ലാസ് സിയിൽ വരെ എത്തുമ്പോഴേക്കും എബോവ് 180 ഡിഗ്രി ടെമ്പറേച്ചർ ആണ് അതിന് സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന എന്ന് പറയുന്നത്. ലിമിറ്റിംഗ് വർക്കിംഗ് ടെമ്പറേച്ചർ, ഇത്ര ടെമ്പറേച്ചർ വരെ അതിന് വർക്ക് ചെയ്യാൻ, ആ ഇൻസുലേറ്ററിന് വർക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരിക്കും. ഇനി ക്ലാസ് വൈ എടുക്കുക. ക്ലാസ് വൈയിൽ ആ മെറ്റീരിയലിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ്, ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽസ് ഇൻക്ലൂഡ്, എന്തൊക്കെ മെറ്റീരിയൽസാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്, കോട്ടൺ, സിൽക്ക്, സെല്ലുലോസ്, വുഡ് എക്സെട്രയൊക്കെയാണ് അതിൽ വരുന്നത്. മെറ്റീരിയൽസ് ഓഫ് ക്ലാസ് വൈ ആർ അൺസ്യൂട്ടബിൾ ഫോർ ഇലക്ട്രിക്കൽ മെഷീൻസ് ആൻഡ് അപ്പാരറ്റസ് therefore deteriorate rapidly and as extremely hygroscopic. അപ്പോൾ എന്താ വെച്ചാൽ ഈ ക്ലാസ് വൈയിൽ വരുന്ന മെറ്റീരിയൽസ് ഏതൊക്കെയാണെന്ന് എന്താണ് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുക. എന്ന് വെച്ചാൽ കോട്ടണ്, സിൽക്ക്, സെല്ലുലോസ്, വുഡ് അങ്ങനെയുള്ള മെറ്റീരിയൽസാണ് യൂസ് ചെയ്യുന്നതെന്ന് അറിയാം. അതുപോലെ ഈ ക്ലാസ് വൈയിലുള്ളത് അൺസ്യൂട്ടബിൾ എന്ന് വെച്ചാൽ ഉപയോഗിക്കാൻ പറ്റാത്ത കുറച്ച് ഏരിയകളുണ്ട്. ഇതിലെവിടെയൊക്കെയാണ്, മെഷീൻസിൽ അതുപോലെ അപ്പാരറ്റസിലൊക്കെ യൂസ് ചെയ്യാൻ അത് നമുക്ക് പ്രയാസമാണെന്ന് എഴുതാം. ഇനി ക്ലാസ് എ എടുക്കുക. ക്ലാസ് എയിൽ മെറ്റീരിയൽസ് ഓഫ് ക്ലാസ് വൈ ഇംപ്രഗ്നേറ്റഡ് വിത്ത് നാച്ചുറൽ റിസൈൻ, സെല്ലുലോസ് എസ്റ്റേഴ്സ്, ഇൻസുലേറ്റിംഗ് ഓയിൽ എക്സെട്ര. വെച്ചാൽ വൈയിൽ വരുന്ന മെറ്റീരിയൽസ് ഏതൊക്കെയാണെന്നാണ് പറയുന്നത്, നാച്ചുറൽ റിസൈൻസ്, സെല്ലുലോസ് എസ്റ്റേഴ്സ്, ഇൻസുലേറ്റിംഗ് ഓയിൽസ് എക്സെട്ര. ഓൾസോ ഇൻക്ലൂഡഡ് ഇൻ ദ ലിസ്റ്റ് ആർ ലാമിനേറ്റഡ് വുഡ്, വാർണിഷ്ഡ് പേപ്പർ, ഇങ്ങനത്തെ മെറ്റീരിയൽസൊക്കെയാണ് ക്ലാസ് എയിൽ വരുന്നത്.
അവരുടെ ലിമിറ്റിംഗ് വർക്ക് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 105 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓക്കെ, ഇനി ക്ലാസ് വൈ കഴിഞ്ഞു, ക്ലാസ് എ കഴിഞ്ഞു, അടുത്തത് ക്ലാസ് ഇ ആണ്. ഓക്കെ, ക്ലാസ് ഇയിൽ വരുന്നത് സിന്തറ്റിക് റിസൈൻസ്, ഇനാമൽസ്, കോട്ടൺ ആൻഡ് പേപ്പർ ലാമിനേഷൻ വിത്ത് ഫോർമാൽഡിഹൈഡ് ബോണ്ടിങ് എക്സെട്ര ഇങ്ങനെയുള്ള മെറ്റീരിയൽസാണ് ക്ലാസ് ഇയിൽ വരുന്നത്. അവർക്ക് വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ 120 ഡിഗ്രിയാണ്. ക്ലാസ് ബിയിൽ വരുന്നതാണ് മൈക്ക, ഗ്ലാസ് ഫൈബേഴ്സ്, ആസ്ബസ്റ്റേഴ്സ് വിത്ത് സ്യൂട്ടബിൾ ബോണ്ടിങ് സബ്സ്റ്റൻസ്, ബിൽഡപ്പ് മൈക്ക, ഗ്ലാസ് ഫൈബർ ആൻഡ് ആസ്പെറ്റോസ് ലാമിനേറ്റേഴ്സ് അങ്ങനെയുള്ള മെറ്റീരിയൽസാണ് ക്ലാസ് ബിയിൽ വരുന്നത്. 130 ഡിഗ്രി സെൽഷ്യസ് വരെ അതിന് വിസ്റ്റാൻഡ് ചെയ്യുക, ലിമിറ്റിംഗ് വർക്കിംഗ് ടെമ്പറേച്ചർ അതാണ് വരുന്നത്. അതുപോലെ ക്ലാസ് എഫിൽ വരുന്ന മെറ്റീരിയൽസ് എന്തൊക്കെയാണ്? ക്ലാസ് ബി വിത്ത് ബോണ്ട് മെറ്റീരിയൽസ് ഓഫ് ഹയർ തെർമൽ സ്റ്റെബിലിറ്റി. ക്ലാസ് ബിയിലുള്ള മെറ്റീരിയൽസ് തന്നെ, പക്ഷേ അവർക്ക് എന്തും കൂടി കൂടും, ഒരു ഹയർ തെർമൽ സ്റ്റെബിലിറ്റി കൂടുതലുള്ളതായിരിക്കും അതിൽ വരുന്ന മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. ഇനി ക്ലാസ് എച്ചിൽ ഗ്ലാസ് ഫൈബേഴ്സ് ആൻഡ് ആസ്ബസ്റ്റോസ് മെറ്റീരിയൽസ് ആൻഡ് ബിൽഡപ്പ് മൈക്ക വിത്ത് സിലിക്കൺ റിസൈൻസ് ഇങ്ങനെയുള്ള മെറ്റീരിയൽസൊക്കെയാണ് വരിക. 180 ഡിഗ്രി സെൽഷ്യസ് വരെ അവർക്ക് ലിമിറ്റിംഗ് വർക്കിംഗ് ടെമ്പറേച്ചറാണ്. ലാസ്റ്റ് വൺ ക്ലാസ് സി ആണ്. ക്ലാസ് സിയിൽ മൈക്ക, സെറാമിക്, ഗ്ലാസ്, കോഡ്സ് വിത്തൗട്ട് ബൈൻഡേഴ്സ് ഓർ വിത്ത് സിലിക്കൺ റിസൈൻസ് ഓഫ് ഹയർ തെർമൽ സ്റ്റെബിലിറ്റി ഉള്ള മെറ്റീരിയൽസാണ് അതിൽ യൂസ് ചെയ്യുക. ഇത്രയും തരത്തിലാണ് അതിന് നമ്മൾ ടെമ്പറേച്ചർ ബേസ്ഡ് ചെയ്തിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഒന്നും കൂടി പറയാം പോയിൻറ്റ്സ്. ക്ലാസ് വൈ ഉണ്ട്, ക്ലാസ് എ ഉണ്ട്, ക്ലാസ് ഇ ഉണ്ട്, ക്ലാസ് ബി, എഫ്, എച്ച്, സി അപ്പോൾ ടോട്ടൽ ഒരു 7 ഉണ്ട്. അതൊന്ന് ഓർത്ത് വെക്കുക. ആ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, എക്സ്പ്ലനേഷൻ കൊടുക്കുക, കോളം വൈസ് തന്നെ എക്സ്പ്ലനേഷൻ കൊടുക്കുക. കുറച്ചും കൂടി മാർക്ക് കിട്ടാൻ, അതുപോലെ പേപ്പർ നോക്കുന്ന സമയത്തും നിങ്ങൾക്ക് ഒരു ആ കുട്ടീനെ കുറിച്ച് നമ്മൾ എഴുതുന്ന ആ കുട്ടിയുടെ നീറ്റ്നെസ്സും പേപ്പറിൻ്റെ നീറ്റ്നെസ്സും എല്ലാം കൺസിഡർ ചെയ്തിട്ട് നല്ലൊരു മാർക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. ആ രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഇൻസുലേറ്റർ എന്ന് പറഞ്ഞാൽ ഇൻസുലേറ്റർ എന്താണെന്ന് എഴുതുക, പ്രോപ്പർട്ടീസ് എഴുതുക. പ്രോപ്പർട്ടീസ് ഞാൻ ജസ്റ്റ് ഹെഡിങ് മാത്രമേ മെൻഷൻ ചെയ്തിട്ടുള്ളൂ. നിങ്ങൾ അതിൻ്റെ ഉള്ളിലേക്കുള്ള എക്സ്പ്ലനേഷൻ നിങ്ങൾ കൊടുക്കണം. പിന്നെ അതുപോലെ ടൈപ്സ് ഓഫ് ഇൻസുലേറ്റേഴ്സ് ഓർമ്മ ഉള്ളത് ഒരു 5-6 എണ്ണം പോയിൻറ്റ്സ് നിങ്ങൾ എടുത്തെഴുതുക. പിന്നെ ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ ബേസ്ഡ് ഓൺ ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചർ ബേസ് ചെയ്തിട്ടുള്ള ഈ ബ്ലോക്കായിട്ട് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്തിട്ട് എഴുതുക. ഈ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, പാർട്ട് സിയിലത്തെ ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്യുക. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം ഫുൾ മാർക്കും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞു. ഇനി നമുക്ക് പാർട്ട് സിയിലെ 4th ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ ഇക്വലന്റ് കപ്പാസിറ്റേഴ്സ് വെൻ എ ഗ്രൂപ്പ് ഓഫ് കപ്പാസിറ്റേഴ്സ് ആർ കണക്റ്റഡ് ഇൻ സീരീസ് ആൻഡ് പാരലൽ. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഒരു ഇക്വലന്റ് കപ്പാസിറ്റേഴ്സ് സീരീസിൽ കണക്ട് ചെയ്യുമ്പോൾ എന്തായിരിക്കും അതിൻ്റെ എക്സ്പ്രഷൻ, അതുപോലെ തന്നെ പാരലൽ കണക്ട് ചെയ്യുമ്പോൾ എന്താണ് അതിൻ്റെ ഇക്വേഷൻ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. 4th മോഡ്യൂളിൽ നിന്ന് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ 3 മാർക്കിന് 1 മാർക്കിനൊക്കെ ഇതിന് നിന്ന് സ്പ്ലിറ്റിംഗ് ഉണ്ടായിരിക്കും. എക്സാമിന് ഒന്നെങ്കിൽ സീരീസ് അല്ലെങ്കിൽ പാരലൽ സെപ്പറേറ്റ് ആണ് അതിന് ചോദിക്കാറ്. ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്ത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുന്നേ ഞാൻ എന്താണ് ജസ്റ്റ് കപ്പാസിറ്റർ എന്താണെന്ന് പറയാം. കപ്പാസിറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? കപ്പാസിറ്റർ ഇസ് എ ഡിവൈസ് വിച്ച് ഈസ് യൂസ് ടു സ്റ്റോർ എനർജി സ്റ്റോർ ചെയ്യുന്ന ഒരു ഡിവൈസാണ്, ഇലക്ട്രിക് ഡിവൈസാണ് കപ്പാസിറ്റർ എന്ന് പറയുന്നത്. ദ കപ്പാസിറ്റി ഓഫ് എ കപ്പാസിറ്റർ ടു സ്റ്റോർ ചാർജ് ഈസ് കോൾഡ് കപ്പാസിറ്റൻസ്. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത്. അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഫാരഡ്. അപ്പോൾ അതിൽ ചിത്രത്തിൽ കുറച്ച് കപ്പാസിറ്റേഴ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ പലതരം കപ്പാസിറ്റേഴ്സ് ആണ്. അതുപോലെ തന്നെ സിമ്പലാണ് ആ ഡിനോട്ട് ചെയ്തിട്ടുള്ളത്. അതും നിങ്ങൾ എക്സാമിന് എഴുതാം. ഇനി ഒരു കപ്പാസിറ്ററിൻ്റെ ക്യാരക്ടറിസ്റ്റിക്, എ കപ്പാസിറ്റർ ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ എ കോൺസ്റ്റന്റ് കപ്പാസിറ്റൻസ് C in farad defined as the ratio of charge Q on each plate of the voltage between them, that is equal to C equal to Q by V. അപ്പോൾ കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് Q എന്ന് പറഞ്ഞാൽ ചാർജ് ബൈ വിത്ത് റെസ്പെക്ട് ടു ദ വോൾട്ടേജ് ബിറ്റ്വീൻ ദം, അതാണ് ഉദ്ദേശിക്കുന്നത്. ഇനി ചാർജിങ് ഓഫ് എ കപ്പാസിറ്റർ, എങ്ങനെ നമുക്ക് കപ്പാസിറ്റർ ചാർജിങ് എങ്ങനെയാണ് നടക്കണമെന്ന് നോക്കാം. അതിന് അത് പോസിറ്റീവ് ഒരു ഡയഗ്രാം കണ്ടു. ആ ഡയഗ്രത്തിൽ ഒരു DC വോൾട്ടേജ് കൊടുത്തിട്ടുണ്ട്, ഒരു കപ്പാസിറ്റൻസ് കൊടുത്തിട്ടുണ്ട്, ഒരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി വായിക്കാം. അതിൽ സെക്കൻഡ് പോയിന്റ് മുതൽ നോക്കാം. ദ പോസിറ്റീവ് പൊട്ടൻഷ്യൽ ഓഫ് ദ സപ്ലൈ അട്രാക്ട്സ് ഇലക്ട്രോൺസ് ഫ്രം പോസിറ്റീവ് പ്ലേറ്റ് ഓഫ് ദ കപ്പാസിറ്റർ.
പോസിറ്റീവ് പൊട്ടൻഷ്യൽ ഓഫ് ദ സപ്ലൈ കൊടുക്കുന്ന പോസിറ്റീവ് ഇത് എന്തിനെ അട്രാക്റ്റ് ചെയ്യും, പോസിറ്റീവ് പ്ലേറ്റ് ഓഫ് ദ കപ്പാസിറ്ററിനെ അട്രാക്റ്റ് ചെയ്യും, എന്നിട്ട് മോർ പോസിറ്റീവ് ആക്കി മാറ്റും. അതേപോലെ തന്നെ വൈൽ ദ നെഗറ്റീവ് പൊട്ടൻഷ്യൽ ഓഫ് ദ സപ്ലൈ, നെഗറ്റീവ് പാർട്ട് എന്ത് ചെയ്യും, നെഗറ്റീവ് potential of the supply forces the electron to the negative plate of the capacitor, making it more negative. അപ്പോൾ ഒരു സൈഡ് കൂടുതൽ പോസിറ്റീവും ഒരു സൈഡ് കൂടുതൽ നെഗറ്റീവും ആയി തീരും. ഡ്യൂറിങ് ദ പ്രോസസ് ഓഫ് ചാർജിങ് ദ ഇലക്ട്രോൺ മൂവ് ത്രൂ DC സപ്ലൈ ബട്ട് നോട്ട് ത്രൂ ദ ഡൈഇലക്ട്രിക് വയർ വിച്ച് ഈസ് ആൻ ഇൻസുലേറ്റർ. ഒരു ഇൻസുലേറ്റർ നമ്മൾ ഇതിൽ കൺസിഡർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സർക്യൂട്ടിലൂടെ എന്ത് ചെയ്യും, നമ്മൾ ചാർജിങ് പ്രോസസ്സ് നടക്കും. ദ കപ്പാസിറ്റർ സ്റ്റോപ്പ് ചാർജിങ്. കപ്പാസിറ്റർ എപ്പോഴാണ് ചാർജിങ് സ്റ്റോപ്പ് ചെയ്യുക വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന DC വോൾട്ടേജിന് കപ്പാസിറ്റർ വോൾട്ടേജിന് ഈക്വൽ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായി, ആ കപ്പാസിറ്റർ ചാർജിങ് അവിടെ സ്റ്റോപ്പ് ചെയ്യും. പിന്നെ ഗ്രാഫിലേക്ക് നോക്കാം. ഗ്രാഫിൽ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു ചാർജിങ് വിത്ത് റെസ്പെക്ട് ടു X ആക്സിസിൽ ടൈമും Y ആക്സിസിൽ വോൾട്ടേജും റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്, കറണ്ടും റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇനീഷ്യൽ വോൾട്ടേജും ഇനീഷ്യൽ കറണ്ടുമാണ് റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ആദ്യം ഇനീഷ്യലി കറണ്ട് ഹൈയും പിന്നെ എന്ത് ചെയ്യും, കറണ്ട് ലോ ആയിക്കൊണ്ടേയിരിക്കും. അതുപോലെ വോൾട്ടേജിൻ്റെ കേസ് വോൾട്ടേജ് ഇൻക്രീസ് ചെയ്ത് നമ്മൾ കൊടുക്കുന്ന DC വോൾട്ടേജ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ആ DC വോൾട്ടേജിൻ്റെ അക്രോസുള്ള വോൾട്ടേജ് തന്നെയാണ് എന്തിനുണ്ടാവുക, കപ്പാസിറ്റർ വോൾട്ടേജ് ഉണ്ടാവും. അപ്പോൾ വോൾട്ടേജ് മാക്സിമം, കറണ്ടിൻ്റെ പോയിന്റ് എന്താണ്, ചാർജിങ് കറണ്ട് കുറഞ്ഞിരിക്കും. ഇതാണ് അതിൻ്റെ ഗ്രാഫ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ചാർജിങ് ഓഫ് കപ്പാസിറ്റർ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി ഡിസ്ചാർജിങ് ഓഫ് കപ്പാസിറ്റർ എന്താണെന്ന് ജസ്റ്റ് പറയാം. ഡിസ്ചാർജിങ് ഓഫ് കപ്പാസിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ചാർജ് യൂസ് ചെയ്യുന്ന കണ്ടീഷനെയാണ് ഡിസ്ചാർജിങ് ഓഫ് കപ്പാസിറ്റർ എന്ന് പറയുക. കപ്പാസിറ്റർ ഡിസ്ചാർജ് ഇസ് എ സിറ്റുവേഷൻ ദാറ്റ് ഒക്കേഴ്സ് വെൻ ദ ഇലക്ട്രിക് ഫീൽഡ് ഫ്രം ദ വോൾട്ടേജ് സോഴ്സ് അറൌണ്ട് ദ കപ്പാസിറ്റർ ഗോസ് ഡൗൺസ് ടു 0. ഇപ്പോൾ ഗ്രാഫ് നോക്കൂ, എന്താ സംഭവിക്കുന്നത്, വോൾട്ടേജ് സോഴ്സ് അറൌണ്ട് ദ കപ്പാസിറ്റർ ഗോസ് ഡൗൺസ് ടു 0. വോൾട്ടേജ് എന്തിലേക്ക് കുറഞ്ഞു വരും, 0ലേക്ക് എത്തും. നമ്മൾ കപ്പാസിറ്റർ ഡിസ്ചാർജ് ആവാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആ കപ്പാസിറ്ററിന് അക്രോസ് ഉള്ള വോൾട്ടേജ് 0ലേക്ക് വരിക, വിച്ച് കോസസ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ടു കണ്ടക്റ്റീവ് പ്ലേറ്റ്സ് ടു റീച്ച് ടു 0. അതാണ് ഈ ചിത്രത്തിൽ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി എനർജി എങ്ങനെ നമുക്ക് കപ്പാസിറ്ററിൽ സ്റ്റോർ ചെയ്യാം, അതിൻ്റെ ഒരു ഫോർമുല ഉണ്ട്. E=12CV² എന്നാണ് ആ ഫോർമുല. അത് നിങ്ങൾ ആ ഫോർമുല അങ്ങനെ തന്നെ എഴുതുക. E എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനർജി എന്നാണ് ഉദ്ദേശിക്കുന്നത്. C എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കപ്പാസിറ്റൻസ് ആണ്. V എന്ന് പറഞ്ഞാൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജിനാണ് V എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് ഈക്വലൻറ്റ് ടു ദ വർക്ക് ഡൺ ബൈ എ ബാറ്ററി ടു മൂവ് ചാർജ് ടു ദ കപ്പാസിറ്റൻസ്. ദ റിസൾട്ടിങ് ഇക്വേഷനാണ് അവിടെ ഡിനോട്ട് ചെയ്തിട്ടുള്ളത്. ഇനിയാണ് നമ്മുടെ essay പാർട്ടിൽ മെയിൻ ഭാഗം വരുന്നത്. കോമ്പിനേഷൻ ഓഫ് എ കപ്പാസിറ്റർ ഇൻ സീരീസ് കണക്ഷനും നമുക്ക് പറയാനുണ്ട്, അതുപോലെ എന്തുണ്ട്, പാരലൽ കണക്ഷനും ഉണ്ട്. അപ്പോൾ സീരീസ് കണക്ഷൻ ഫസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാം. സീരീസ് കണക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സീരീസ് ആയിട്ട് 3 കപ്പാസിറ്റൻസ് കൊടുത്തിട്ടുണ്ട്, C1, C2, C3. 3 കപ്പാസിറ്റേഴ്സ് ഉണ്ട്. അതിന് അക്രോസ് ഉള്ള വോൾട്ടേജ് എന്ന് പറയുന്നത് V1, V2, V3 എന്ന് പറഞ്ഞിട്ട് അത് റെപ്രസെൻറ്റേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇൻ സീരീസ് കോമ്പിനേഷനിൽ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഇക്വലൻറ്റ് വോൾട്ടേജ് എന്ന് പറയുന്നത് V എന്ന് പറയുന്നത് എന്താണ്, V1 + V2 + V3 ആണ്. V = നമുക്കറിയാം ഫോർമുല എങ്ങനെയാണ്, V = Q/C1 ആണ്. അപ്പോൾ V2ന് പകരം Q/C2 കൊടുത്തു, V3ക്ക് പകരം എന്ത് കൊടുത്തു, Q/C3. ഈ മൂന്നിലും കോമൺ ആയിട്ട് ആരുണ്ട്, Q എന്ന് പറയുന്ന ചാർജ് ഉണ്ട്. ആ ചാർജിനെ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ എന്താ വരിക, 1/C1 + 1/C2 + 1/C3 എന്ന് വരും. ആ Q എന്ന് പറയുന്നത് ഇക്വേഷൻ്റെ ഈക്വൽ ടുവിൻ്റെ അപ്പുറത്ത് നിന്ന് കേക്ക് വരുമ്പോൾ ഇൻറ്റു ഉണ്ടായിരുന്നത് എന്തായി മാറും, ഡിവൈഡ് ആയി മാറും. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/C ഈക്വലൻ്റ് എന്ന് പറഞ്ഞാൽ 1/C1 + 1/C2 + 1/C3. ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, സീരീസ് കണക്ഷനിൽ കപ്പാസിറ്റൻസ് എങ്ങനെയാണ് ഈക്വലൻ്റ് എന്ന് കാണിക്കുന്നത്. പക്ഷേ ഈ റെസിസ്റ്റൻസിൻ്റെ കേസിൽ ഇത് നേരെ ഓപ്പോസിറ്റ് ആണ് കേട്ടോ. കപ്പാസിറ്ററും റെസിസ്റ്റൻ്റെ കേസിലും ഫോർമുലയിൽ നല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക, ഓർത്ത് വെക്കുക. നെക്സ്റ്റ് പാരലൽ കണക്ഷൻ പറയാം. പാരലൽ കണക്ഷനിൽ എന്താ ചെയ്തിട്ടുള്ളത്, 3 കപ്പാസിറ്റൻസ് എന്ത് ചെയ്തിട്ടുണ്ട്, പാരലലായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. വോൾട്ടേജ് എന്ന് പറയുന്നത് കോമൺ ആണ്. പിന്നെ എന്താണ്, Q1, Q2, Q3 എന്ന് പറയുന്ന 3 പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് 3 കപ്പാസിറ്റേഴ്സ് ആണ് Q1, Q2, Q3. C1, C2, C3 നിങ്ങൾക്കറിയാം എന്താണ്, കപ്പാസിറ്റൻസ് ഓഫ് 3 കപ്പാസിറ്റേഴ്സ് ആണ്. പാരലൽ കണക്ഷൻ്റെ സമയത്ത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ഈച്ച് ഈസ് സെയിം ബട്ട് ചാർജ് ഓൺ ഈച്ച് ഡിഫറെൻറ്റ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്താണ്, സെയിം ആണ്, പക്ഷെ ചാർജ് എന്താണ്, ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ആ ഫോർമുല പ്രകാരം Q എന്ന് പറയുന്ന ചാർജ് എന്താണ്, Q = ഇക്വലൻ്റ് Q എന്ന് പറയുന്നത് Q1 + Q2 + Q3 ആണ്. Q എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആ Q = നമ്മൾ Q എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫോർമുല എന്താണ്, C × V ആണ്. അപ്പോൾ ഇതിൽ C1 × V, അടുത്ത സ്ഥലത്തോ C + Q2ന് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, C2 × V + C3 × V അങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുക. മൂന്നിലും കോമൺ ആയിട്ട് വോൾട്ടേജ് ആണുള്ളത്.
വോൾട്ടേജിനെ പുറത്തേക്ക് എടുത്താൽ ബാക്കി ആരുണ്ടാവും അവിടെ C1 + C2 + C3 എന്നുണ്ടാവും. ആ വോൾട്ടേജിനെ ഈക്വൽ ടുവിൻ്റെ ഇപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഇൻഡു ഉണ്ടായിരുന്ന ടേം ഇങ്ങോട്ട് വരുമ്പോൾ എന്താവും ഡിവൈഡ് ആവും. അപ്പോൾ C equivalent is equal to C1 + C2 + C3. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെയാണെന്ന് വിചാരിക്കുന്നു. എന്താണ് കപ്പാസിറ്റൻസ് എന്നുള്ളത് എഴുതുക, എങ്ങനെയാണ് കപ്പാസിറ്റൻസിനെ ചാർജ് ചെയ്യുക എന്നുള്ള കാര്യം എഴുതുക, ഗ്രാഫ് വരയ്ക്കുക, എങ്ങനെയാണ് കപ്പാസിറ്റൻ്റെ ഡിസ്ചാർജ് മോഡ് നോക്കുക, അതിൻ്റെ ഗ്രാഫ് വരയ്ക്കണം. അതേപോലെ തന്നെ പിന്നെ നിങ്ങൾ എന്താ എഴുതേണ്ടത്, എനർജി സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്റർ എന്നുള്ള കാര്യം എഴുതുക. നെക്സ്റ്റ് സീരീസ് കണക്ഷൻ, പാരലൽ കണക്ഷൻ. ഇതിൽ എക്സാമിന് ഏതെങ്കിലും ഒന്നേ ചോദിക്കാറുള്ളൂ, ഒന്നെങ്കിൽ സീരീസ് അല്ലെങ്കിൽ പാരലൽ. പക്ഷേ കമ്പൈൻ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ഈ രീതിയിൽ പാർട്ട് സിയിലെ 7 മാർക്കത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെ എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഫുൾ മാർക്ക് കിട്ടുന്നതാവും. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.